ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹൊറർ ആൻഡ് കോമഡി ജോണറിൽപ്പെട്ട ഒരു മൂവി ആയിട്ടാണ് ദ മക്കി. 2025 ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ ഒരു സൂപ്പർ മൂവിയാണ്. ഈ മൂവി എന്താ പറയുക, ഒരു അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഹൊറർ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സിക്യൂഷനാണ്. കാരണം ഇതിലൊരു കീ റോൾ എന്ന് പറയുന്നത് ഒരു മങ്കിയാണ്. എന്ന് വെച്ചാൽ മങ്കിയുടെ ടോയ് ഉണ്ട്. ആ ടോയ് നമ്മളിങ്ങനെ കീ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നിശ്ചിത സമയം കൊണ്ട് ആ മങ്കിയുടെ ഒരു പ്ലേ ഉണ്ട്. ആ ഡ്രം ഇങ്ങനെ അടിച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞ ഒരു നിശ്ചിത സമയം കൊണ്ട് അവിടെ അടുത്ത് എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കും എന്നാണ്. ഇല്ലെങ്കിൽ അനർത്ഥം സംഭവിക്കുക പറഞ്ഞാൽ മരിച്ചിരിക്കും. അതാണ് ഇത്. എങ്ങനെ മരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ആ മങ്കിയുടെ ആ ഒന്ന് കൊല്ലുന്ന രീതിയും ഒക്കെ തന്നെ നമ്മളൊരു വ്യത്യസ്തമായ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കാണുമ്പോൾ ഒരു ക്രൂഷ്യലായിട്ടുള്ളതൊരു കില്ലിംഗ് മെത്തഡോളജി ഉണ്ടല്ലോ, അതേപോലെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായൊരു കില്ലിംഗ് രീതി, ഇല്ലെങ്കിൽ വയലൻസ് നിറഞ്ഞൊരു സിനിമ, പക്ഷേ ഹൊററായിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുണ്ട്, ഒരു ഹൊറർ വിത്ത് കുറച്ച് കോമഡിയും കുറച്ച് നല്ല വയലൻസൊക്കെ നിറഞ്ഞ സിനിമയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു പ്ലോട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ തോന്നുന്നു. കാരണം അത്രയും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു CGയും അന്വേഷണമൊക്കെ ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. കാരണം ആ കൊല്ലുന്ന രീതിയൊക്കെ തന്നെ വരുമ്പോൾ ഓസമാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് എങ്ങനെ സംഭവിക്കാറില്ല. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത് പറയുന്നത് ഈ നമ്മുടെ തേനീച്ച ഉണ്ടല്ലോ, തേനീച്ച വന്ന് ഒരു വ്യക്തിനെ കൊല്ലുന്ന സീനുണ്ട്. അത് എൻ്റെ മോൻ, അതൊരു സംഭവം. നിങ്ങൾ അത് തിയേറ്ററിൽ നിങ്ങൾക്ക് പിന്നെ അത് തിയേറ്ററിൽ കാണാനുള്ള സാധ്യതയൊന്നുമില്ല. ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു സീൻ എത്തുമ്പോൾ നിങ്ങൾ ശരിക്കും വാവ് എന്നൊരു ഫാക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തും. കാരണം അത് ഈ തേനീച്ച മൊത്തം അദ്ദേഹത്തിൻ്റെ വയറ്റിനുള്ളിൽ ചെന്നിട്ട് അത് പിന്നെ ഓരോന്നായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു സീനുണ്ട്. അതൊരു കിടു സീൻ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സീനാണ്. കാരണം ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുകളിലൊന്നായി മാറിയത്. കാരണം നിങ്ങൾക്ക് അത്തരം സിനിമകൾ, ഇപ്പോൾ വയലൻസ് നിറഞ്ഞ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഹൊറർ ജോണറും കൂടി, അതിൽ ഹൊററും കോമഡിയും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, ആ ഒരു പ്രത്യേകതരം ഒരു വൈബായിരിക്കും ആ സിനിമ. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുമ്പോൾ, ഡൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കില്ലിങ് സീൻസൊക്കെ ഉണ്ട്. ഒരു രക്ഷസാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു സിനിമേൻ്റെ ഇത് സോൾ എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഹൗ ടു എക്സിക്യൂട്ടിങ് എന്നാണ്. ഈ ഒരു നമ്മുടെ മങ്കീനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എപ്പോൾ എവിടെ സംഭവിക്കും നമുക്കൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവം ഹാപ്പൻ ചെയ്യും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് തോന്നി അടിപൊളിയായിട്ടുള്ള സിനിമ. നിങ്ങൾ കണ്ടു നോക്കൂ. വൺ ടൈം വാച്ചബിളാണ്. നമ്മൾ അത്ര എക്സ്ട്രാ ഓർഡിനറി ഞാൻ പറയില്ല, പക്ഷേ വൺ ടൈം വാച്ചബിളാണ്. നല്ല നമുക്കൊരു എൻ്റർടൈനാണ്. കാരണം ഇങ്ങനെ ഒരു ഹൊററും ഒരു കോമഡിയും ഒരു ജോണറിലേക്ക് വരിക എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെൻഡിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നിപ്പോയി സിനിമ. എന്തായാലും നിങ്ങളും ഈ സിനിമ കണ്ടു നോക്കൂ. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ അത് കാണാൻ പറ്റുന്ന ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓസ് പെർക്കിൻസ് ആണ്. നല്ല അടിപൊളി ഡയറക്ഷൻ തന്നെയാണ്. ഈ സിനിമ ഏകദേശം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യുന്നത് അറിയോ, $68 68.9 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം റിവ്യൂ കിട്ടിയ ഒരു സിനിമയും കൂടിയാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസിൽ. നല്ലൊരു എന്താ പറയുക, നമുക്ക് പ്രത്യേകം ഇതുവരെ കാണാത്തോ അതിൽ കണ്ട് പരിചയമില്ലാത്തൊരു ജോണറിലാണ് ഇവർ ഈ സിനിമ കൊണ്ടുവരികയും അത് ആ ജോണറും ആ ഒരു ജോണറിൽ കൂടെ അവർ ആ പറയാൻ ശ്രമിക്കുന്ന കഥ ഉണ്ടല്ലോ, അത് പ്രത്യേക രീതിയിലുള്ളൊരു കഥയാണ്. കാരണം ഇതുവരെ ഒരു ഹൊറർ മൂവി ഇങ്ങനെയൊരു സബ്ജക്റ്റുമായിട്ട് വന്നിട്ടില്ല. പിന്നെ നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ വളരെ പരിചയകരമായിട്ടുള്ളതാണ് മാൻട്രിക് സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു മാൻട്രിക്കിൻ്റെ പ്രതിമ എവിടെ പോകണം അവർക്ക് നാശം ഉണ്ടാവുമെന്ന് പറയില്ലേ, അവിടെ നാശം ഉണ്ടാവുമെന്നു ഇവിടെ പറഞ്ഞാൽ പക്ഷെ നാശമല്ല. ഇവിടെ ആ പ്രതിമ ഉള്ളിടത്ത് ആ പ്രതിമ ആരാണോ കീ കൊടുക്കുന്നത് അദ്ദേഹം മാത്രം മരിക്കപ്പെടില്ല, ബാക്കി എല്ലാവരും മരിക്കപ്പെടും. എന്ന് വെച്ചാൽ ആ തൊട്ടടുത്തുള്ള ആരാണോ അദ്ദേഹം മരിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റും. വളരെ വ്യത്യസ്തമായിട്ടാണ്. നമുക്ക് ഒരു ശ്രദ്ധ അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഥയുടെ എന്താ പറയുക ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം അത്ര നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയും കൂടിയാണ്. എന്തായാലും നല്ല അടിപൊളി സിനിമയാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ബൈ, സീ യു.